യുവരാജാവിൻ്റെ എഴുന്നള്ളത്തിന് രാജകീയമായ ചടങ്ങുകളൊന്നും കാണാത്തതെന്തുകൊണ്ട് സീതാദേവി അത്ഭുതപ്പെടുന്നു. ആരണ്യരാജ്യമാണ് തനിക്ക് താതൻ തന്നതെന്നു ശ്രീരാമൻ അതിനു വേഗം പോവുകയാണ് എന്നും മാതാവിനെയും ശുശ്രൂഷ ചെയ്ത് സുഖമായി വാഴുകയെന്നും ശ്രീരാമൻ സീതാദേവിയെ ഉപദേശിക്കുന്നു. ശ്രീരാമനോട് വളരെ സ്നേഹമുള്ള ദശരഥ മഹാരാജാവിനെ കുറിച്ചുള്ള ഈ വൃത്താന്തം അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ പണ്ട് ദേവാസുര യുദ്ധശേഷം കൈകേയി ദേവിക്ക് കൊടുത്ത വരത്തെക്കുറിച്ച് സീതാദേവിയെ അറിയിക്കുന്ന വരം ഭരതന് നാടുവാഴിക്ക എന്നതും പിന്നെ ശ്രീരാമൻ 14 വർഷം വനം ഭരിക്കുക എന്നതും സീതാദേവി തന്നെ കൂടി ഭർതൃ ശുശ്രൂഷയ്ക്കായി കൂട്ടണമെന്നും പറയുന്നു. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വിപതിസുതൻ താനുമരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു. മാനസേ കഥമിളച്ചു വാണിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്കനീ വല്ലഭേ. ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തം ആഹന്ത ചൊല്ലിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആർത്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതി നിന്നു തോന്നിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു. സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോടു. വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം. എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്വീ കുലമൗലി മാലികേ കേൾക്കനീ. മന്നവൻ കേകയാപുത്രിയാമമ്മയ്ക്കു മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിനന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. സത്യവിരോധം വരുമെന്നതു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശു വരവും കൊടുത്തിതു. താതനതു കൊണ്ടു ഞാനിന്നു പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീയതിന്നേതും മുടക്കം പറകൊല്ല. മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു
രാഗാശശി മുഖിത്താനു മരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതു ജീതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം.